ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 1-ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 1-ലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് CET 204 ആണ്. കോഴ്സ് നെയിം ഈസ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1. ഇതിന് മാക്സിമം നമുക്ക് 3 hours ആണ്. മാക്സിമം മാർക്ക് 100 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2 പാർട്ടായിട്ടാണ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അപ്പോൾ പാർട്ട് എയിൽ എല്ലാ മൊഡ്യൂളിലെയും 2 ചോദ്യം വീതം ഉണ്ടാവും. ദാറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് 10 questions with 2 questions each from each module. അപ്പം ഓരോ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനും 3 marks ഈച്ച് ആണ്. അപ്പം 30 marks ആണ് പാർട്ട് 1-ൽ വരുന്നത്. ബാക്കി 70 marks ആണ് പാർട്ട് ബി. അപ്പം എല്ലാ മൊഡ്യൂൾസിലെയും 2 ചോദ്യം വീതമാണ് വേറെ പാർട്ട് ബിയിൽ വരുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസിനും സബ് ഡിവിഷൻസ് ഉണ്ടാവും, എയും ബിയും ആയിട്ട്. അപ്പോൾ മൊഡ്യൂൾ 1-ലാണെങ്കിൽ 1A 1B 2A 2B ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ബട്ട് പാർട്ട് എ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. അപ്പോൾ പാർട്ട് എയിൽ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി 3 marks ആൻഡ് ഇൻ കേസ് ഓഫ് പാർട്ട് ബി ദർ ഇസ് you have to answer one full question which is having sub division. അപ്പോൾ സബ് ഡിവിഷൻസ് കാണും, എയും ബിയും. ആ 2 സബ് ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. എന്നാൽ ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത് 14 marks ആണ്, 7 ഈച്ച്. സോ മൊഡ്യൂൾ 1. അപ്പോൾ മൊഡ്യൂൾ 1-ന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്നത് ദ നേച്ചർ ഓഫ് സോയിൽ ആൻഡ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, ഇൻട്രൊഡക്ഷൻ ടു സോയിൽ മെക്കാനിക്സ്. അപ്പം നമ്മൾ സോയിൽ മെക്കാനിക്സിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ, അപ്പോൾ സോയിൽ ടൈപ്സിനെ പറ്റിയും, ഇനി മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യയിലുള്ള മേജർ ആയിട്ട് വരുന്ന സോയിൽ ഡെപ്പോസിറ്റ്സ് ഏതൊക്കെയാണ്, പിന്നെ 3 phase സിസ്റ്റം, അതായത് എയർ വാട്ടർ സോയിൽ ഇതെല്ലാം വെച്ചിട്ടുള്ള 3 phase സിസ്റ്റം. അത് നമുക്ക് പാർഷ്യൽ സോയിൽ സിസ്റ്റത്തിലേക്ക്, പാർഷ്യലി സാച്ചുറേറ്റഡ് സിസ്റ്റത്തിന് വേണം, സാച്ചുറേറ്റഡ് സിസ്റ്റത്തിന് വേണം, അതുപോലെ ഡ്രൈ കണ്ടീഷൻ. ഇങ്ങനെ 3 കണ്ടീഷൻസിന് നമ്മൾ എങ്ങനെയാണ് ഒരു 3 phase സിസ്റ്റം വരയ്ക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള സോയിൽ പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പോൾ വോയിഡ് റേഷ്യോ, പൊറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയിറ്റ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്. അതായത് ഇപ്പോൾ വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ E/1+E ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടീസും തമ്മിൽ ഇന്റർകണക്ട് ചെയ്ത് എന്തൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ട്. ആൻഡ് ന്യൂമറിക്കൽ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് ബൈ ഓവൻ ഡ്രൈയിങ്. അപ്പോൾ ഓവൻ ഡ്രൈയിങ് മെത്തേഡ്സ് വെച്ച്, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ച് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം. അതിൽ വൺ ഓഫ് ദ മെത്തേഡാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡാണ് പൈക്രോമീറ്റർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ ഉപയോഗിച്ചും പൈക്രോമീറ്റർ ഉപയോഗിച്ചും നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഫീൽഡ് ഡെൻസിറ്റി. അപ്പോൾ ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. അപ്പോൾ സ്റ്റാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിനെ പറ്റി, പിന്നെ കോർക്കട്ടർ മെത്തേഡ്. അപ്പോൾ ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് സ്റ്റാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും കോർക്കട്ടർ മെത്തേഡും. അതുപോലെ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഓവൻ ഡ്രൈയിങ്, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പൈക്രോമീറ്ററും ഉണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലും ഉണ്ട്. പിന്നെ അതുമായിട്ട് ബേസ് ചെയ്ത് ഇപ്പോൾ ഫീൽഡ് ഡെൻസിറ്റി നമുക്ക് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള, അപ്പോൾ വാല്യൂസ് തന്നിട്ടുണ്ടാവും, അത് ഉപയോഗിച്ചിട്ടുള്ള ന്യൂമറിക്കൽ മെത്തേഡ്. പിന്നെ സോയിൽ സ്ട്രക്ചർ ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ്. അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സോയിൽ പ്രോപ്പർട്ടീസിനെ പറ്റിയും അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയും എഫക്ട്സിനെ പറ്റിയൊക്കെയാണ്. അതിൽ വരുന്നതാണ് സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോപ്പി. അപ്പോൾ സെൻസിറ്റിവിറ്റി, തിക്സോട്രോപ്പി ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മൊഡ്യൂൾ 1 പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1-ലെ ക്വസ്റ്റ്യൻ ആണ്. A saturated clay has a water content of 39.3% and a saturated unit weight of 18.05 kilonewton per meter cube. Determine the void ratio and the specific gravity of soil solids and take gamma W is equal to 9.81 kilonewton per meter square. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് വാട്ടർ കണ്ടന്റ്. അപ്പോൾ വാട്ടർ കണ്ടന്റ് തന്നിരിക്കുന്നത് W is equal to 39.3% ആണ്. അപ്പം നമ്മളുടെ വാട്ടർ കണ്ടന്റ് 39.3% ആണ്. അപ്പം നമ്മൾ പ്രോബ്ലത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ 0.393% അല്ല, ഡെസിമൽ ടേംസിലാണ്
ഇക്വേഷൻസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി വോയിഡ് റേഷ്യോയും സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? വോയിഡ് റേഷ്യോയും കണ്ടുപിടിക്കണം, സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാച്ചുറേറ്റഡ് എത്രയാണ്? 18.05 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ഇത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളതിനാൽ എസിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കാൻ വോയിഡ് റേഷ്യോയും സ്പെസിഫിക് ഗ്രാവിറ്റിയും തമ്മിൽ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ സാച്ചുറേറ്റഡ് ഇസ് ഈക്വൽ ടു G പ്ലസ് E ബൈ 1 പ്ലസ് E ഇൻറ്റു ഗാമ W. ഇത് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിൽ 2 അൺനോൺ ടേംസ് ഉണ്ട്. ജിയും ഇയും നമുക്ക് അൺനോൺ ആണ്. അപ്പൊ ഇതിന് രണ്ടെണ്ണത്തിനെയും ഒരു വേരിയബിളിന്റെ ടേംസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കാരണം 2 വേരിയബിൾ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ 2 ഇക്വേഷൻസ് വേണം. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം E ഈസ് ഈക്വൽ ടു WG ബൈ എസ്. E ഈസ് ഈക്വൽ ടു WG ബൈ എസ്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് E ഈക്വൽ ടു W നമുക്കറിയാം 0.393 ഇൻറ്റു G നമുക്കറിയില്ല ബൈ എസ്. എസ് 1 ആണ്. അപ്പൊ നമുക്ക് E ഈക്വൽ ടു 0.393 G എന്ന് കിട്ടും. സോ E ഈസ് ഈക്വൽ ടു 0.393 G. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇനി നമ്മൾ ഇതെല്ലാം ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക്, ഇക്വേഷൻ 1ലേക്ക് നമ്മൾ ഇക്വേഷൻ 2ൽ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഗാമ സാച്ചുറേറ്റഡ് എത്രയാണ്? 18.05 is equal to G plus 0.0393 G divided by 0.393 G divided by 1 plus 0.393 G into 9.81. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ, ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 18.05 പ്ലസ് 0.393 ഇൻറ്റു 18.05 ഈക്വൽ ടു G പ്ലസ് G എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് G മാത്രമുള്ള ഇക്വേഷൻ കിട്ടും. അതിന് G ഈസ് ഈക്വൽ ടു 2.74 കിട്ടും. ഇനി ഈ കണ്ടുപിടിക്കാനായിട്ട് E ഈക്വൽ ടു 0.0393 ഇൻറ്റു G കിട്ടിയ വാല്യൂ 2.74 ചെയ്യുമ്പോൾ നമുക്ക് 1.08 കിട്ടും. സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനുള്ള വോയിഡ് റേഷ്യോയും സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ആദ്യം ഗാമ സാച്ചുറേറ്റഡ് ജിയും ഇയും വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതി. ഇതിൽ നമുക്ക് ഗാമ സാച്ചുറേറ്റഡ് അറിയാം, ഗാമ W അറിയാം. അപ്പോൾ ഇതിൽ പിന്നെ ജിയും ഇയും ആയിട്ടുള്ള റിലേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിനെ ജിയുടെ ടേമിലേക്ക് മാത്രമാക്കി, എന്നിട്ട് അതിനെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ജിയും ഇയും കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The volume and weight of an undistributed saturated soil sample are 1 into 10 raised to minus 3 meter cube and 17.5 Newton respectively. Given that the specific gravity of soil solid is 2.62, determine the moisture content, porosity, degree of saturation and saturated unit weight. അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് 4 സാധനങ്ങൾ കണ്ടുപിടിക്കണം. മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കണം, പൊറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. അപ്പം നമുക്ക് ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് വോളിയം ആണ്. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു 1 into 10 raised to minus 3 meter cube ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് 17.5 ന്യൂട്ടൺ. അപ്പോൾ വെയിറ്റും വോളിയം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാമ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഗാമ അൺഡിസ്ട്രിബ്യൂട്ടഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ ഇവിടെ നമുക്ക് സാച്ചുറേറ്റഡ് സോയിൽ സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗാമ സാച്ചുറേറ്റഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് W/V. ദാറ്റ് ഈസ് 17.5 by 1 into 10 raised to minus 3 നമുക്ക് 17.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിട്ട് നമുക്ക് കിട്ടും. കാരണം ഈ 10 raised to minus 3 മേളിലേക്ക് പോയി കഴിയുമ്പോൾ ഇൻറ്റു 1000 വരും. അങ്ങനെ 17.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോയ്സ്ചർ കണ്ടന്റ്, പൊറോസിറ്റി ഒക്കെയാണ്. അപ്പൊ നമുക്കിനി
ഗാമ സാച്ചുറേറ്റഡ് നമുക്കറിയാം, ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് G+E/1+E ഗാമ W ആണ്. നമുക്കിവിടെ ഗാമ W 9.81 എടുക്കാം. മീറ്റർ ക്യൂബ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജിയും, അപ്പൊ നമുക്കിവിടെ ജി നോൺ ആണ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.62 ആണ്. അപ്പം ഈ അറിയാവുന്ന വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 17.5 ഈക്വൽ ടു 2.62 പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു 9.81 ചെയ്യുമ്പോൾ നമുക്ക് ഈ 1.066 കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വോയിഡ് റേഷ്യോ, അപ്പോൾ ഇതിൽ നമ്മൾ വോയിഡ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് വോയിഡ് റേഷ്യോ അല്ല ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോയിഡ് റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊറോസിറ്റി. അപ്പോൾ പൊറോസിറ്റിയും വോയിഡ് റേഷ്യോ ആയിട്ടുള്ളൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് പൊറോസിറ്റി ഇസ് ഈക്വൽ ടു E/1 പ്ലസ് ഇ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 1.066 ഡിവൈഡഡ് ബൈ 1 പ്ലസ് നമുക്ക് പൊറോസിറ്റി കിട്ടി. പൊറോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 0.516. ഇനി മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം E is equal to Wg/S. E equal to Wg/S. അപ്പോൾ ഇവിടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തായിരിക്കും? S is equal to 1. S 1 ആയിരിക്കും. ഇനി നമുക്കിവിടെ അറിയാനുള്ള ടേം എന്ന് പറയുന്നത് W മാത്രമാണ്. അപ്പം ഈ നമുക്കറിയാം 1.066 ആണ്. W ഇൻറ്റു G നമുക്കറിയാം 2.62 ആൻഡ് സാച്ചുറേഷൻ S. അപ്പം നമുക്ക് W കിട്ടും. ഇവിടെ W is equal to 0.4069 എന്നാണ് കിട്ടുന്നത്. ഇതിന് നമ്മൾ ഇൻറ്റു 100 ചെയ്ത് പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ 40.69% എന്ന് കിട്ടും. സോ അപ്പോൾ നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിച്ചു. മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് കിട്ടിയത് 40.69 ആണ്. പിന്നെ പൊറോസിറ്റി നമ്മൾ ഈ റിലേഷൻ വെച്ച് E/1 പ്ലസ് ഇ എന്നുള്ള റിലേഷൻ വെച്ച് നമുക്ക് പൊറോസിറ്റി കിട്ടി 0.516. ഇനി അടുത്ത ഡിഗ്രി ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ ആയതുകൊണ്ട് എസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഗാമ സാച്ചുറേറ്റഡ്, അത് നമ്മൾ തന്നിരിക്കുന്ന വെയിറ്റും വോളിയൂമും വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഗാമ സാച്ചുറേറ്റഡ്. അപ്പം 4 ടേംസും കണ്ടുപിടിച്ചു. അപ്പം ഇതിനെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഈ ഇക്വേഷൻ ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഗാമ സാച്ചുറേറ്റഡ് G+E+1 പ്ലസ് ഇ ഇൻറ്റു ഗാമ W. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to ഗാമ G/S. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 12A. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. A moist sample of soil weighs 0.24 Newton on a tin lid, which itself weighs 0.15 Newton. After drying in an oven for 24 hours at 105 degrees Celsius, the tin and the sample together weigh 0.22 Newton. Determine the moisture content of the soil sample. അപ്പം നമുക്കിവിടെ സാമ്പിളും അതിൻ്റെ ടിന്നിൻ്റെ ലിഡും അതുപോലെ തന്നെ അത് 24 hours ഓവൻ ഡ്രൈ ചെയ്തിട്ടുള്ള വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഉപയോഗിച്ച് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെയിറ്റ്, അപ്പോൾ ഒരു മോയ്സ് സാമ്പിളിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ മോയ്സ് സോയിലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 0.24 ന്യൂട്ടൺ ആണ്. ഇനി ടിന്നിൻ്റെ വെയിറ്റ് ഓഫ് ടിൻ 0.15 ന്യൂട്ടൺ ആണ്. ഇനി ഓവൻ ഡ്രൈ ചെയ്ത, അതായത് ഡ്രൈ ആയിട്ടുള്ള ഇനി വെയിറ്റ് ഓഫ് മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിട്ട് ഇനി വെയിറ്റ് ഓഫ് ഡ്രൈ ആയിട്ടുള്ള സോയിലിൻ്റെ വെയിറ്റ് തന്നിരിക്കുന്നത് 0.22 ന്യൂട്ടൺ ആണ്. അപ്പം നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ എന്താണ്? വാട്ടർ കണ്ടന്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ. അപ്പം വാട്ടറിന്റെ വെയിറ്റ് ബൈ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം
വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടറിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിന്റെ വെയിറ്റ് അറിയാം, ഡ്രൈ ആയിട്ടുള്ള സോയിലിന്റെ വെയിറ്റ് അറിയാം. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പൊ വെയിറ്റ് ഓഫ് വാട്ടർ വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ മൈനസ് വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ. ദാറ്റ് ഈസ് 0.24 മൈനസ് 0.22. നമുക്ക് 0.02. അപ്പോൾ 0.02 ന്യൂട്ടൺ ആണ് വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടി. ഇനി വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ. അപ്പോൾ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ എന്ന് പറയുന്നത് ഈ സോയിൽ പ്ലസ് ടിന്നിന്റെ വെയിറ്റ് ആണ് 0.22 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഡ്രൈ സോയിലിന്റെ വെയിറ്റ് മാത്രം കിട്ടാനായിട്ട് ടിന്നിന്റെ വെയിറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് weight is 0.22 minus 0.15 Newton. That is 0.07. അപ്പം നമുക്ക് വാട്ടറിന്റെ വെയിറ്റും കിട്ടി, ഡ്രൈ സോയിലിന്റെ വെയിറ്റും കിട്ടി. അപ്പോൾ ഇത് തമ്മിൽ റേഷ്യോ എടുക്കുക. ദാറ്റ് ഈസ് 0.022 by 0.07 into 100. കാരണം വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് പെർസെൻറ്റേജിൽ വേണം. ഇപ്പം ഇൻറ്റു 100 ചെയ്തു. അപ്പോൾ നമുക്ക് 28.57% കിട്ടി. അപ്പോൾ ദിസ് ഇസ് ദ ഓവൻ ഡ്രൈയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓവൻ ഡ്രൈയിങ് ആണ്. ഓവൻ ഡ്രൈയിങ് ഉപയോഗിച്ച് നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത്. നൗ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് ആണ്. അപ്പോൾ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫീൽഡ് ഡെൻസിറ്റി. ഫീൽഡ് ഡെൻസിറ്റി ആണ് സാൻഡ് റീപ്ലേസ്മെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ the following observation were recorded in a field density determined by the sand replacement method. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. ആദ്യം നമുക്ക് വോളിയം ഓഫ് ദ ക്യാനിന്റെ വോളിയം തന്നിട്ടുണ്ട് 10⁻³ m3. വെയിറ്റ് ഓഫ് ദ empty ക്യാന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 9.81 ന്യൂട്ടൺ. Now weight of can plus സാൻഡും ക്യാനും കൂടിയുള്ള വെയിറ്റ് ദാറ്റ് ഇസ് 26.1 ന്യൂട്ടൺ. വെയിറ്റ് ഓഫ് സാൻഡ് റിക്വയർഡ് ടു ഫിൽ ദ എക്സ്കവേറ്റഡ് ഹോൾ. എക്സ്കവേറ്റഡ് ഹോൾ ഫില്ല് ചെയ്യാൻ വേണ്ട സാൻഡിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 8.12 ന്യൂട്ടൺ. നൗ വെയിറ്റ് ഓഫ് ദ എക്സ്കവേറ്റഡ് സോയിൽ, എക്സ്കവേറ്റ് ചെയ്ത സോയിലിന്റെ വെയിറ്റ് ദാറ്റ് ഇസ് 9.17 ന്യൂട്ടൺ. നൗ ദ ഇൻസിറ്റു വാട്ടർ കണ്ടന്റ്. ഇനി ഇൻസിറ്റു വാട്ടർ കണ്ടന്റ്, അവിടെയുള്ള വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ ദ ഇൻസിറ്റു ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. ബൾക്ക് യൂണിറ്റ് വെയിറ്റും ആൻഡ് ഇൻസിറ്റു ഡ്രൈ യൂണിറ്റ് വെയിറ്റും. നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റും ബൾക്ക് യൂണിറ്റ് വെയിറ്റും ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെയിറ്റ് ഓഫ് ദ ക്യാൻ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ദ ക്യാൻ എന്താണ്? 9.81. ഇനി വെയിറ്റ് ഓഫ് ക്യാൻ പ്ലസ് സാൻഡ് നമ്മൾ എടുത്ത് എഴുതി. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇപ്പോൾ ക്യാനിന്റെ വെയിറ്റ് ഓഫ് സാൻഡ് പ്ലസ് ക്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ക്യാനിനെ മൈനസ് ചെയ്താൽ വെയിറ്റ് ഓഫ് സാൻഡ്. അപ്പോൾ വെയിറ്റ് ഓഫ് സാൻഡ് കണ്ടുപിടിക്കാൻ ഈ 26.1 നിന്നും ക്യാനിന്റെ വെയിറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16.29 ന്യൂട്ടൺ ആണ് വെയിറ്റ് ഓഫ് ദ സാൻഡ്. അപ്പോൾ സാൻഡിന്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയമും വെയിറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ വെയിറ്റ് ബൈ വോളിയം ആണ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത് വെയിറ്റ് എന്താണ്? 16.29 ഡിവൈഡഡ് ബൈ വോളിയം 10⁻³ ഇനി ഇതിനെ നമുക്ക് കിലോ ന്യൂട്ടൺ ആക്കാൻ വേണ്ടി നമ്മൾ വേറൊരു 10⁻³ വെച്ചിട്ട് ഇതിനെ ഇൻറ്റു ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 16.29 കിലോ ന്യൂട്ടൺ പെർ m3. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് കിട്ടി. അപ്പോൾ ദിസ് ഇസ് ഗാമ. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഫസ്റ്റ് വേണ്ട യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് വെയിറ്റ് ഓഫ് സാൻഡ് റിക്വയർഡ് ടു ഫിൽ ദ എക്സ്കവേറ്റഡ് ഹോൾ. അപ്പൊ എക്സ്കവേറ്റഡ് ഹോൾ ഫില്ല് ചെയ്യാൻ വേണ്ട സാൻഡ് എന്ന് പറയുന്നത് 8.29 ആണ്. ഇനി നമുക്ക് ഇതിന്റെ വോളിയമും, അപ്പൊ വോളിയം അറിയാം, നമുക്ക് വോളിയം ഓഫ് എക്സ്കവേറ്റഡ് ഹോൾ. അപ്പം സാൻഡിൽ എന്തോരം സാൻഡ് വേണം ഈ എക്സ്കവേറ്റഡ് ഹോൾ ഫില്ല് ചെയ്യാൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ വെയിറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വോളിയം ഓഫ് എക്സ്കവേറ്റഡ്, അപ്പൊ ഈ എക്സ്കവേറ്റഡ് ഹോളിന്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പൊ വോളിയം ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സാൻഡ് ബൈ ദ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ അപ്പം 8.12 ആണ് നമുക്ക് എക്സ്കവേറ്റഡ് ഹോളിലുള്ള സാൻഡ്. അത് ബൈ 1000 ഇൻറ്റു 6.29. അപ്പം ഇതെന്ന് പറയുന്നത് ന്യൂട്ടണിലായതുകൊണ്ട് ഇതിപ്പോൾ 6.29 കിലോ ന്യൂട്ടണിലാണ്. അപ്പം കിലോ ന്യൂട്ടണിലെ ന്യൂട്ടൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻറ്റു 1000 ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക്
0.498 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. അപ്പം നമുക്ക് എക്സ്കവേറ്റഡ് ഹോളിൻ്റെ വോളിയം കിട്ടി. ഇനി എക്സ്കവേറ്റഡ് ഹോളിൻ്റെ വോളിയമും എക്സ്കവേറ്റഡ് ഹോളിൻ്റെ വെയിറ്റ് ഓഫ് സോയിലും അറിയാമെങ്കിൽ നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സാൻഡിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ എക്സ്കവേറ്റഡ് ഹോളിൽ വേണ്ട സോയിലിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ അതിൻ്റെ വോളിയമും കൂടിയും വെച്ച് നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കണ്ടുപിടിക്കാം. ദിസ് ഇസ് ദ ഗാമ, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. ഇവിടെ കിട്ടിയ ഗാമ എന്ന് പറയുന്നത് സാൻഡിൻ്റെ ആണ്, നമുക്ക് വേണ്ടത് സോയിലിൻ്റെ ആണ്. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കണ്ടുപിടിക്കാനായിട്ട് എന്താ വേണ്ടത്? അപ്പോൾ നമുക്കറിയാം വെയിറ്റ് ഓഫ് എക്സ്കവേറ്റഡ് സോയിലിൻ്റെ വെയിറ്റ് അറിയാം, 9.71 ഡിവൈഡഡ് ബൈ, പിന്നെ നമുക്ക് എന്താണ് അറിയുന്നത്, വോളിയം 0.498 ഇൻറ്റു 10⁻³ ഇൻറ്റു ഒരു 10⁻³ കൂടി ചെയ്യാം, ബിക്കോസ് നമുക്ക് വേണ്ടത് കിലോ ന്യൂട്ടണിലാണ്, ഇതെല്ലാം ന്യൂട്ടണിലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് 19.50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് കിട്ടും. അപ്പം നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലാണ്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് W. ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് W. അപ്പോൾ ഇവിടെ ഗാമ എന്ന് പറയുന്നത് എന്താണ്, 19.15. അപ്പോൾ 19.5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് W. നമുക്കിവിടെ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 10%. ഇൻസിറ്റു വാട്ടർ കണ്ടന്റ് 10% ആണ്. അപ്പോൾ 0.1 നമുക്ക് 17.73 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ വെയിറ്റ് ഓഫ് സാൻഡ് കണ്ടുപിടിച്ചു, വോളിയം ഓഫ് സാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റും വോളിയവും വെച്ച് യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് കണ്ടുപിടിച്ചു. ഇനി യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡും എക്സ്കവേറ്റഡ് ഹോളിലെ സാൻഡിന്റെ വെയിറ്റും വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, വോളിയം. ആ എക്സ്കവേറ്റഡ് ഹോളിന്റെ വോളിയം കണ്ടുപിടിച്ചു. നമുക്ക് ഓൾറെഡി എക്സ്കവേറ്റഡിലുള്ള സോയിലിന്റെ വെയിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ വോളിയമും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അത് രണ്ടും ഉപയോഗിച്ച് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്തു. ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് W. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെയിറ്റും കിട്ടി, ഡ്രൈ യൂണിറ്റ് വെയിറ്റും കിട്ടി. സോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ വന്നിരിക്കുന്ന 2 ചോദ്യങ്ങളിലെ സബ് ഡിവിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. പാർട്ട് ബിയിലാണ് മൊഡ്യൂൾ 1 വരുന്നത്. അപ്പോൾ ഇനി മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.